കുടിവെള്ളത്തിൻ പേര് പറഞ്ഞ് കുടിവെള്ള പൈപ്പിടുന്നതിനു വേണ്ടി വെട്ടിപ്പൊളിച്ച റോഡുകൾ ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇരിട്ടി നഗരസഭയിലെ UDF കൌൺസിലർമാർ മട്ടന്നൂർ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. കൌൺസിലർമാരായ PA നസീർ, V അബ്ദുൾ റഷീദ്, KK ഉണ്ണികൃഷ്ണൻ, ഷംസീർ T, EK ആരിഫ, A ലക്ഷ്മി, ജുമൈല ഫിറോസ്, ഷബാന ഷെറിൻ, ഷബ്നാസ് അഷ്റഫ്, V രാധ, രമ്യ CM, ഹഫ്സത്ത് K, നദീറ A എന്നിവരാണ് എഞ്ചിനീയറെ ഉപരോധിച്ചത്. വാട്ടർ അതോറിറ്റി അധികൃതർ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പ്രതിഷേധം അവസാനിപ്പിച്ചു. ഇരിട്ടി നഗരസഭയിലെ ഗ്രാമീണ റോഡ് ഉൾപ്പെടെ PWD റോഡ് ഉൾപ്പെടെ ജലസേചന വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം പൈപ്പ് ലൈൻ സ്ഥാപിച്ചതിൻ്റെ ഭാഗമായി 1.5 വർഷത്തിലധികമായി ഇരിട്ടി നഗരസഭയിലെ എല്ലാ റോഡുകളും പൊട്ടിപ്പൊളിച്ചിരിക്കുകയാണ്. പല പ്രാവശ്യം നഗരസഭയുടെ കൗൺസിൽ മീറ്റിങ്ങിലും ജലസേചന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരെയും കോൺട്രാക്ടറുകാരെയും വിളിച്ച് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയെങ്കിലും ശരിയാക്കിത്തരും എന്ന് പറഞ്ഞിട്ട് മാസങ്ങൾ കടന്നു. വീണ്ടും കാലവർഷം വരാൻ പോവുകയാണ്. പല റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇന്ന് മട്ടന്നൂരിലുള്ള ജലസേചന വകുപ്പ് ഓഫീസിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വന്ന് കണ്ട് കാര്യങ്ങൾ പറയുകയും ഞങ്ങൾ ഗൊരാവ് ചെയ്യുകയും ചെയ്യേണ്ടത്. കാരണം ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുനിന്ന് തൃപ്തികരമായ ഒരു മറുപടിയല്ല നമുക്ക് കിട്ടിയത്. ഈ മറുപടി കൊണ്ടൊന്നും ഇരിട്ടി നഗരസഭയിലെ റോഡുകൾ ശരിയാവും എന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. കാരണം റോഡ് അത്രയും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. കാരണം കരാറുകാരന് അടിമപ്പെട്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാർ. അവർ കരാറുകാരോട് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇരിട്ടി നഗരസഭ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ ഉൾപ്പെടെയുള്ള ആളുകൾ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ കരാറുകാരെ കൊണ്ട് റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ നഗരസഭാ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളും ഈ പറയുന്ന ജലസേചന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരും നല്ല രീതിയിൽ ഇടപെടൽ നടത്താതിൻ്റെ ഭാഗമായിട്ടാണ് ഇരിട്ടി നഗരസഭയിലെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞങ്ങളിവിടെ ഒന്ന് ഉദ്യോഗസ്ഥനെ വിരോധിക്കുകയും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തൃപ്തികരമല്ല. എന്നിരുന്നാലും കുറച്ച് റോഡുകളൊക്കെ ഈ മഴക്കാലത്തിന് മുമ്പ് കോൺക്രീറ്റ് ചെയ്തു തരാം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെ ഇന്നത്തെ സമരം ഇവിടെ അവസാനിച്ചത്. കുടിവെള്ളത്തിൻ പേര് പറഞ്ഞ് നാട്ടിലുള്ള റോഡുകളാകെ തച്ചു തകർത്തൊരു നടപടിയിൽ യാത്രക്കാർക്ക് നടക്കാൻ പറ്റാതെ, നാട്ടുകാർക്ക് നടക്കാൻ പറ്റാതെ റോഡ് മുഴുവൻ വെട്ടിപ്പൊളിച്ച ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ പ്രതിഷേധം. ഏജന്റ് ന്യൂസ് ഇരിട്ടി.